മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വകുപ്പുകളെ വിരട്ടി നന്നാക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ വേണ്ടത്ര ആളില്ലാത്തതിനാൽ പരിപാടി തന്നെ മന്ത്രി റദ്ദാക്കി കളഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് സിനിമാ സ്റ്റൈലിൽ ശകാരവും കിട്ടി. വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട്, തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ വിധി. ആന്റണി രാജുവിൻ്റെ മണ്ഡലത്തിൽ പരിപാടി വരാതിരിക്കാൻ വേണ്ടി മന്ത്രി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ആനേറെ കൊണ്ട് പരിപാടി വരും. അവിടെ കടകംപള്ളിയാണ്, അതല്ലെങ്കിൽ വട്ടിയൂർക്കാവ് വരും. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആഗ്രഹിയാക്കണം, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. മന്ത്രി ആരോപിക്കുന്നത് വിജയ് സിനിമാ താരമാണ്, ഞാനും സിനിമാ താരമാണ്, വിജയ് പോകുന്ന സ്ഥലത്ത് വലിയ ആൾക്കൂട്ടമാണ്, ഇവിടെ എന്ത് ആൾക്കൂട്ടമില്ല എന്നാണ് ചോദിക്കുന്നത്. അവിടെ ആൾക്കൂട്ടം കൂടിയ ദുരന്തമാണ്, ഇവിടെ ആൾക്കൂട്ടം ഇല്ലാത്ത ദുരന്തമാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഓടുന്ന KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി അകത്തെ വൃത്തി പരിശോധിച്ചു മന്ത്രി. ഉത്തരവ് മാത്രമിട്ടാൽ കാര്യം നടക്കില്ല എന്ന് മന്ത്രിക്ക് മനസ്സിലായി. കളത്തിൽ ഇറങ്ങുക തന്നെ വേണം. വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടി. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചെടുത്ത് നടപടി എടുക്കും, ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റി. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.